തിരക്കിനും ഇവിടെ മന്ത്രി ബിന്ദു കൃഷ്ണന്റെ തലയിൽ പായസം വീണു. എന്താണ് ആ തിക്കിലും തിരക്കും എന്ന് പറയുന്നത് വിശേഷിപ്പിച്ചത് എന്താണെന്ന് അറിയാം. പ്രിയദർശിനി സൗജന്യ യാത്രേന്റെ ഒരു സംഭവം ഇന്നലെ ഉദ്ഘാടനം ഇവിടെ ചെയ്തല്ല. അഥവാ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യ യാത്രയാണെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ മറ്റേ ഈ കുറങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി ഇപ്പോൾ പെണ്ണുങ്ങളെ എല്ലാവർക്കും ഇന്നലെ കാട്ടിക്കൂട്ടിയത്. ഒരു സ്ഥലത്തേക്ക് പോകാൻ ആവശ്യമില്ല. പക്ഷേ എന്താണെന്നറിയാം, ഇന്നലെ ഭയങ്കര ഒരു പ്രണയം. പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും KSRTC ബസ്സിലൂടെ വല്ലാത്തൊരു മറ്റേ ആസ്തിക്ക് പിടിച്ചൊരു പ്രണയമൊക്കെ ആയിരുന്നു ഇന്നലെ. അത് നമ്മൾ കണ്ടാൽ കണ്ടില്ല. അതിൻ്റെ അടുക്ക് പായസ വിതരണം അതും ഇതും. ആരെങ്കിലും KSRTC പൈക്കാണ്ട് ഇതേമാതിരി പൈക്കാണ്ട് പായസം ഇവിടെ കൊടുത്താൽ താലി കൂടെ അല്ല പിന്നെ വേറെ ഏത് അടുപ്പ് കൂടെ ഇവിടെ വികല്. അല്ലെങ്കിൽ ഒരു അന്തെന്നാണ് സാധനം ഇല്ല. പായസമൊക്കെ ഉണ്ട് ഇന്നലെ പുറത്തുനിന്ന് കുടിച്ചിക്കാണ്ട് ബസ് കയറണം. ഇത് ബസ് കയറിക്കാണ്ട് ഇത് കുടിച്ചാൽ തലിക്കും മേത്തുക്കും ഒക്കെ ഇവിടെ ആകും. അത് മന്ത്രിയായും ശരി ഇന്ദ്രിയായും ശരി മേത്തുക്ക് ആവാനുള്ളത് ഇവിടെ മേത്തുക്ക് ഇവിടെ ആവും. അങ്ങനെ അപ്പോൾ അതായി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആണുങ്ങൾക്ക് ഇപ്പോൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതൊക്കെ ഈ പെണ്ണുങ്ങളെ കാരണം കൊണ്ട്. എവിടെ നിന്നൊക്കെയാണ് പറ്റികൾ കുറ്റം പറിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് ഇത്രയും നേരം പെണ്ണുങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്കിവിടെ മനസ്സിലായത്. ഇങ്ങനത്തെ നിയമം വരാൻ വേണ്ടി ഇവരെ കാത്തിരിക്കുകയും വരും. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇങ്ങനെ എന്തൊക്കെ പാട്ടും കുത്തും ആളാത് പ്രകടനം അതും ഇത് എനിക്ക് ഇവരുടെ ഈ ഒരു കാട്ടുകൂട്ടലൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നണം എന്താണെന്ന് അറിയാം. ഇത് അധികം വേക്കാതെ തന്നെ ഇത് നിർത്തലാക്കും. അല്ല ഇക്കണക്കിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഇവിടെ നിർത്തലാക്കും. കാരണം ആവശ്യമില്ലാത്ത ആൾക്കാർ വരേക്കും കയറി കൂടിയാണ്. വെറുതെ ഓസി കിട്ടണല്ലേ പോകട്ടെ പോട്ടെ എന്നെ ഒരു കാര്യം അടിവരായിട്ട് പറഞ്ഞുതരാം. അധികം വേഗാതെ തന്നെ CM പറയും ഈ പരിപാടി ക്യാൻസൽ ആക്കിക്കണേ എന്നുള്ള കാര്യം ഇവിടെ പറയും. അത് ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോളി. കാരണം പെണ്ണുങ്ങളാണ് ഒന്നുകൂടി കിട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചാടി കയറിനാണ്. എന്താ കാര്യം ഏതാ കാര്യം എങ്ങോട്ടാ പോണേ എന്നൊന്നും ഓർക്കാറില്ല. വെറുതെ വിട്ടു വരാം പരിപാടി തന്നെ കണ്ടില്ലേ. KSRTC ബസ് ഫുള്ള് പെണ്ണുങ്ങൾ. പിന്നെ ആണുങ്ങൾക്ക് പിന്നെ ബസ് കയറണ്ടോ കയറണ്ടേ? നിങ്ങൾക്ക് ആക്രാന്തം മുത്ത് നടക്കുകയാണോ ബസ് കയറാൻ? അത്രയും വലിയൊരു ആക്രാന്തം ബസ് കയറാനുള്ള ബുദ്ധിമുട്ടല്ലേ. വെറുതെ കിട്ടില്ല പോട്ടം കിട്ടി.